ഉള്ളത്. എനിക്ക് തോന്നുന്നു ആ തലമുറയിൽപ്പെട്ടവർക്ക് പലർക്കും എനിക്ക് പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉള്ളിൽ അവരുടെ മനസ്സ് മന്ത്രിക്കുന്നുണ്ടാവും ഒരു പക്ഷെ. പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് വന്ന മോഹൻലാൽ അഭിനയിച്ച തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരുമെന്ന ചിത്രം കാണാൻ പോയപ്പോൾ തുടക്കത്തിൽ മോഹൻലാൽ കാർ ഓടിക്കുന്ന ഒരു ടാക്സി ഡ്രൈവറായി വണ്ടി ഓടിക്കുന്ന ഒരു രംഗമുണ്ട്. ആ രംഗത്തിൽ കുറച്ച് ശബരിമല അയ്യപ്പന്മാർ മോഹൻലാലിൻ്റെ കൂടെ കാറിൽ യാത്ര ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. അതിൽ കാറിന് മുന്നിൽ മോഹൻലാലിൻ്റെ തൊട്ട് സൈഡിലിരുന്ന വ്യക്തി പി ചന്ദ്രകുമാർ ആയിരുന്നു. എത്ര പേർക്ക് ഇപ്പോൾ ഉള്ളവർക്ക് അത് കണ്ടാൽ മനസ്സിലാവുക ഇല്ല. കാര്യം പണ്ടത്തെ തലമുറയുള്ളവർക്ക് അറിയാം പി ചന്ദ്രകുമാറിനെ, പക്ഷേ ഇപ്പോൾ ഉള്ള തലമുറ ഉള്ളവർക്ക് ആർക്കറിയാം പി ചന്ദ്രകുമാറിനെ. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിനെ ഒന്ന് സ്ക്രീനിൽ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആ സിനിമയ്ക്കിടയിലായാലും മിന്നിമാഞ്ഞത് കൽപ്പന ഹൗസും കാനന സുന്ദരിയും അതുപോലെ റോസ ഐ ലവ് യും അദ്ദേഹത്തിൻ്റെ ഈ ആദ്യഭാവം പോലെയുള്ളൊക്കെ ചിത്രങ്ങളാണ്. അത്രയ്ക്ക് ഓർമ്മകൾ നമ്മളെ വിടാതെ പിന്തുടരുന്ന ഓർമ്മകളുടെ സംവിധായകനാണ് പി ചന്ദ്രകുമാർ. എൻ്റെ വീഡിയോ കാണുന്ന പലർക്കും തോന്നും പി ചന്ദ്രകുമാർ